ഹലോ ഹായ് നമസ്കാരം. എൻ്റെ പേര് അരുൺ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പാരാമെഡിക്കൽ കോഴ്സിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് പാരാമെഡിക്കൽ ഫീൽഡിൽ ബന്ധം എന്ന് പറയുന്നത് കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാനൊരു പാരാമെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റാണ്. BSc ഒപ്റ്റോമെട്രിക്ക് ശേഷം ആദ്യത്തെ 5 കൊല്ലം ഇന്ത്യയിലെ വിവിധ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഒമാനിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് ഞാൻ. പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഇന്നത്തെ പ്രസക്തി എന്ന് പറയുന്നത് കൊറോണ പോലുള്ള പാൻഡമിക്കുകൾ, ഏജിങ് പോപ്പുലേഷൻ, ഗ്ലോബലി ഉണ്ടാകുന്ന ഹൈ ഡിമാൻഡ് എന്നിവയാണ്. പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഏകദേശം 20 മുമ്പ് തന്നെ പല കോഴ്സുകളും ഇവിടെ നിലനിന്നിരുന്നു. പ്രധാനമായിട്ടും ബേസിക് ഫസ്റ്റ് എയ്ഡും ട്രഡീഷണൽ ഹീലിംഗ് തെറാപ്പിയും ഒക്കെ. അതിനുശേഷം മിഡ്വൈഫ്സും ഹെർബൽ തെറാപ്പിയും ഒക്കെ ഉണ്ടായി. ഏകദേശം 20 കൂടി നേഴ്സിങ്ങും എക്സ്റേ ടെക്നീഷ്യനും ലാബ് ടെക്നീഷ്യനും ഫിസിയോതെറാപ്പിയും ഒക്കെ ഉണ്ടായി. 20 അവസാനത്തോടു കൂടി MRIയും CT സ്കാനും എമർജൻസി മെഡിക്കൽ കെയറും ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങും ഒക്കെ ഉണ്ടായി. എന്നാൽ 21st സെഞ്ചുറി കൂടി 21 കൂടി ടെലിമെഡിസിനും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സും ഡിജിറ്റൽ ഡയഗ്നോസിസും ഒക്കെ ഉണ്ടായി. ഇന്ന് AI കാലഘട്ടമാണ്. പല ഡയഗ്നോസ്റ്റിക് പാരാമെഡിക്കൽ ഫീൽഡുകളിലും AI ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പേഷ്യൻ്റ് മോണിറ്ററിംഗ് ആയാലും റേഡിയോ ഡയഗ്നോസ്റ്റിക് മേഖലകളിലായാലും ഇന്ന് AI ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ തന്നെ റോബോട്ടൊക്കെ ഇന്ന് സർജറിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല പാരാമെഡിക്കൽ ഫീൽഡുകളിലും റോബോട്ട് ട്രെയിനിങ് നൽകുന്നുണ്ട്. പാരാമെഡിക്കൽ ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജോലിക്കൊപ്പം പല പാരാമെഡിക്കൽ കോഴ്സുകളിലും ഒരു ബിസിനസ് സാധ്യത കൂടി തുറന്നിടുന്നുണ്ട്. ഉദാഹരണത്തിന് ഫാർമസി കോഴ്സ് പഠിച്ച ഒരാൾക്ക് സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറുകൾ ആരംഭിക്കാം. അല്ലെങ്കിൽ ഒപ്റ്റോമെട്രി പഠിച്ച ഒരാൾക്ക് സ്വന്തമായിട്ട് ഒപ്റ്റിക്കൽ ഷോപ്പുകൾ ആരംഭിക്കാം. ലാബ് ടെക്നീഷ്യൻസിന് ലാബുകൾ ആരംഭിക്കാം. അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി കഴിഞ്ഞ ഒരാൾക്ക് ഫിസിയോതെറാപ്പി ക്ലിനിക്കുകൾ ആരംഭിക്കാം. അങ്ങനെ ഒട്ടുമിക്ക പാരാമെഡിക്കൽ മേഖലകളിലും നമുക്ക് ഒരു ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റീസ് നിലവിലുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പല പാരാമെഡിക്കൽ പ്രൊഫഷനിലും പേഷ്യൻസുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷമ ആവശ്യമാണ്. കൂടാതെ തന്നെ പലപ്പോഴും പല ഷിഫ്റ്റുകൾ വേണ്ടി വരും. കൂടാതെ തന്നെ എമർജൻസി കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. പലപ്പോഴും മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ മേഖലയിൽ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ലൈഫിലൊക്കെ അത്യാവശ്യം സ്ട്രെസ്ഫുള്ളായ ഒരു ലൈഫായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന ദിവസം നമുക്ക് ഓഫ് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ വീക്കെൻഡിൽ ജോലിക്ക് പോകേണ്ടതായിട്ട് വരും, പല ഷിഫ്റ്റുകൾ ജോലിയായിട്ട് വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പാരാമെഡിക്കൽ മേഖലകളിൽ നിലവിലുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾ പാരാമെഡിക്കൽ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പല പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഒരു ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പാരാമെഡിക്കൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹോസ്പിറ്റലുകൾ മാത്രം പോരാ, അവിടെ അത്യാവശ്യം ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ള ഹോസ്പിറ്റലായിരിക്കണം എന്ന് ഉറപ്പുവരുത്താനായിട്ടുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകളിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്, ഡിപ്ലോമ കോഴ്സുകളുണ്ട്, ഡിഗ്രി കോഴ്സുകളുണ്ട്, MSc കോഴ്സുകളുണ്ട്, PhD വരെ നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സുകളിൽ ചെയ്യാവുന്നതാണ്. പാരാമെഡിക്കൽ കോഴ്സുകളെ അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ അനുസരിച്ച്, പ്രധാനപ്പെട്ട ധർമ്മം അനുസരിച്ച് 5ആയി തിരിക്കാം. 1 ഡയഗ്നോസ്റ്റിക്, 2 തെറപ്യൂട്ടിക്, 3 എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ, 4 മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് പാരാമെഡിക്കൽ ഫീൽഡ്സ്, 5 പേഷ്യൻ്റ് കെയർ പാരാമെഡിക്കൽ ഫീൽഡ്സ്. തുടർന്ന് വരുന്ന വീഡിയോകളിൽ ഈ പ്രധാനപ്പെട്ട 5 പാരാമെഡിക്കൽ ഫീൽഡിനെയും അതിൽ ഉൾപ്പെടുന്ന കോഴ്സുകളെയും പറ്റി നമുക്ക് വിശദമായി നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.